സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും തൃശൂരിലെ ഹൈറിച്ച് മണിച്ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവരെയാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഹാജരായ ഇവരെ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. മണിച്ചെയിൻ തട്ടിപ്പിലൂടെ പ്രതികൾ കോടിക്കണക്കിന് രൂപ ഹവാല പണമായി വിദേശത്തേക്ക് കടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, 3000 കോടി രൂപയിലധികം ഈ പ്രതികൾ മണിച്ചെയിൻ തട്ടിപ്പിലൂടെ സമ്പാദിച്ചുവെന്നാണ്, അനധികൃതമായി പണം സമ്പാദിച്ചുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ പ്രതികളെ ചോദ്യം ചെയ്യുകയായിരുന്നു. രാത്രി പിന്നീട് വിട്ടയച്ചു. ഇന്ന് രാവിലെ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഇഡിക്ക് ഇതുവരെയും ലഭ്യമായിട്ടുള്ളത്? ഡാനി. ടോം, ഇത് ഒരു മണിച്ചെയിൻ മാതൃകയിൽ വലിയ രീതിയിൽ തന്നെ, അതായത് ഇപ്പോൾ അറിഞ്ഞതിനേക്കാളും വലിയ രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളൊരു കമ്പനി എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഇതിൻ്റെ ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. ഇതിൽ പലരിൽ നിന്നായിട്ട്, ഒട്ടനവധി പേരിൽ നിന്നായിട്ട് അവരുടെ അക്കൗണ്ടുകളിലൂടെ തന്നെ വലിയ രീതിയിലേക്ക് പണം സമാഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇത് യാതൊരുവിധ വ്യവസ്ഥകളും പാലിക്കാതെ തന്നെ ഇത്തരം ഒരു മണി ചെയിൻ മാതൃക മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവർ ഈ സൂപ്പർ മാർക്കറ്റ് മോഡൽ അത്തരമൊരു ശൃംഖല സ്ഥാപിക്കാൻ എന്ന രീതിയിൽ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പലരും തന്നെയും ഇതിനെ കബളിപ്പിക്കപ്പെട്ടു. പക്ഷേ ചിലർക്കെല്ലാം പണം തിരികെ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ചില സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നു. പക്ഷേ ഇത് ഒരു സ്ഥിരം നെറ്റ്വർക്ക് എന്ന രീതിയിലേക്ക്, അതായത് പണം തട്ടിയെടുക്കാനുള്ളൊരു സ്ഥിരം നെറ്റ്വർക്ക് എന്ന രീതിയിലേക്ക് അടക്കം പോകുന്നു. ഒപ്പം അന്വേഷണത്തിൽ ഏതാണ്ട് 3000-ലധികം കോടി രൂപയുടെ ഇടപാടുകൾ ഇവർ അനധികൃതമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ 100 കോടിയിൽ പരം രൂപ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു എന്നതെല്ലാം വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ഇഡിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പരാതികളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതിൽ സംസ്ഥാന പോലീസ് അടക്കം ആദ്യഘട്ടത്തിൽ അന്വേഷണ രംഗത്തുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇവർ ആ സമയത്തും ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇഡി അന്വേഷണത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ പരിങ്ങല്ലാകുന്നത്. ഹൈറിച്ച് ഉടമകളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും പിന്നീട് ഇവരുടെ വീട് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ ഒളിവിൽ പോകുന്നതും. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇഡി കോടതിയിലേക്ക് എത്തുന്നു ഇവർ. അതിനെ ഇഡി വളരെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ അത്തരം പ്രതിരോധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ ആ ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകുവാനായിട്ട് കോടതി നിർദ്ദേശപ്രകാരം തയ്യാറാകുന്നത്. ആ കോടതിയിൽ ഒരു ഘട്ടത്തിൽ ചോദിച്ചത് എന്തുകൊണ്ട് ഹാജരാകുന്നില്ല, ഇത്തരം ഒരു നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നു, അതിനെ കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹാജരാകാൻ മടി എന്ന് ചോദിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കുക, അത് ഒഴിവാക്കുന്ന നടപടികളടക്കം വേണമെന്ന് പോലും കോടതിയിൽ ഇവർ വാദമുന്നയിച്ചു. എന്നാൽ ഇഡി പറഞ്ഞത് ഇതിൽ യാതൊരു രീതിയിലും അത്തരമൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നതാണ്. ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ, ഇപ്പോൾ ഇന്നലെ രാവിലെ കമ്പനി ഉടമ KD പ്രതാപനാണ് ഹാജരായത്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിൽ ശ്രീനി പ്രതാപൻ, കമ്പനി സിഇഒയും പ്രതാപൻ്റെ ഭാര്യയുമാണ് ഇവർ ഹാജരാകുകയും ചെയ്തത്. ഇന്നലെ രാത്രി വൈകിയും ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം വിട്ടയക്കുകയും ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ന് ഹാജരാകുകയും ഇപ്പോഴും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്തത്. പക്ഷേ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം കോടതിയുടെ പരിഗണനയിലാണ്. അത് പരിഗണിക്കുമ്പോൾ തന്നെയാണ് കോടതി ഇവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനടക്കം നിർദ്ദേശിക്കുകയും ചെയ്തത്. എന്തായാലും അത്തരം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ രേഖകളടക്കം ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി ഇവരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അത്തരം നടപടികൾ ഒരു ഭാഗത്ത് ഇഡി തുടരുമ്പോൾ പോലും ഇന്നലെയും ഇന്നുമായിട്ട് പ്രതികൾ ഹാജരാകുമ്പോൾ ഇവർക്ക് യാതൊരു കൂസലുമില്ല എന്ന് തന്നെയാണ്. കാരണം വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, ഒത്തിരി പേർ ഇരകളാക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ കൂടിയും അവരിൽ യാതൊരു ഭാവഭേദവും ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ്. അത് തന്നെയാണ് കാരണം വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ കബളിപ്പിച്ച് കോടികൾ സമ്പാദിച്ച് യാതൊരു ഒരു കുറ്റബോധവുമില്ലാതെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 പ്രതികളും ഇന്നലെ ഇഡി ഓഫീസിലെത്തി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ ഇവരെ കൂടാതെ ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന വിവരങ്ങൾ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. അവരിലേക്ക് അന്വേഷണമുണ്ട്. കാരണം ഈ ഹൈറിച്ച് തട്ടിപ്പിന് പുറമെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും OTT ഇടപാടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, അങ്ങനെ വലിയ ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളൊന്നായി ഈ ഹൈറിച്ച് തട്ടിപ്പ് മാറുമ്പോൾ ഇഡിയുടെ അടുത്ത നീക്കം എന്താണെന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ OTT ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ ഏറ്റവും അവസാനമായി വലിയ രീതിയിൽ ആളുകളെ കബളിപ്പിച്ചത്. അതിൽ വ്യവസായി
വിജേഷ് പിള്ളയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന ചില സൂചനകളുണ്ട്. ഈ വിജേഷ് പിള്ളയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ ഡാനി, OTT ഇടപാടുകളുമായി ബന്ധപ്പെട്ട്? ഡാനി, കേസിൽ വളരെ പ്രധാനമായും ഈ ഹൈറിച്ച് തട്ടിപ്പിന് പുറമെ ഈ പ്രതികളെക്കുറിച്ച് വളരെ മറ്റു ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും EDക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ക്രിപ്റ്റോ കറൻസി, ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുമായി വ്യവസായി വിജേഷ് പിള്ളയ്ക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്ന ചില വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിട്ടുള്ളതായി ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. OTT ഇടപാടുകളെക്കുറിച്ച് അറിയാനാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടപാടുകളെ സംബന്ധിച്ച രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിലെ പ്രതികളുമായി വിജേഷ് പിള്ളയ്ക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 40 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നടന്നിട്ടുണ്ടെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കാനടക്കം ഒരുപക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിരിക്കും. നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട്. ഡാനി ഇപ്പോൾ വീണ്ടും ചേർന്നുണ്ട്. ഡാനി, ഈ പ്രതികളെ, ഈ പ്രതാപനെയും ശ്രീനെയും കൂടാതെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, അങ്ങനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതേണ്ടത്. കാരണം ഇപ്പോൾ ഈ OTTയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ വിജേഷ് പിള്ള എന്ന് പറയുന്ന വ്യവസായിയോടക്കം, വ്യവസായി അല്ലാതെ ഒരു സാങ്കേതിക വിദഗ്ധൻ, അത്തരം ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇയാളോടക്കം ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും ഹാജരായിട്ടില്ല. കണ്ണൂർ സ്വദേശിയാണ്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ പരാമർശിക്കപ്പെടുന്നത് ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അതിൽ ഇടനിലക്കാരനായി വർത്തിച്ചു. അതിൽ കേസ് ഒതുക്കുവാൻ വേണ്ടി അദ്ദേഹം പണം വാഗ്ദാനം ചെയ്തു എന്നത് അടക്കമുള്ളൊരു ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ വിജേഷ് പിള്ളയുടെ പേര് ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് OTT സാങ്കേതിക വിദ്യ അത് ഇവർക്ക് കൈമാറുകയും അതിൽ ഹൈറിച്ച് OTT എന്നൊരു നിലവിൽ വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലടക്കം വലിയ രീതിയിലൊരു പണം നിക്ഷേപിക്കുകയും അതോടൊപ്പം ഇതും തട്ടിപ്പിൻ്റെ മറ്റൊരു ഇടനിലമായി മാറിയെന്നുമെല്ലാം തന്നെ EDക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ പരിചിതമല്ലാത്ത മേഖലകളിലെല്ലാം തന്നെയും പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് അതിനെല്ലാം അതിൻ്റെ ഒരു ഇടം കേരളത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അത്തരം പുതു തട്ടിപ്പുകളുടെ ഒരു ലോകം കേരളത്തിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് തന്നെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ തട്ടിപ്പുമായെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയ്ക്ക് രീതിയിൽ വലിയ 3000 കോടി രൂപയുടെ എല്ലാം തന്നെ അതിനും അപ്പുറത്തേക്ക് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും അപ്പുറത്തേക്ക് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതുമാത്രവുമല്ല, രാജ്യത്ത് നിന്ന് തന്നെ ഈ പണം ഇവിടെ നിന്ന് കടത്തുന്നത് എവിടേക്കാണ് മാറ്റുന്നത്, അത് എവിടെയെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു, ആരെല്ലാമാണ് ഇവരുടെ നിക്ഷേപകർ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പരിശോധന നടക്കേണ്ടതുണ്ട്. ഒപ്പം ED ഇതിലെ നിക്ഷേപകരെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു. കാരണം വലിയ രീതിയിലേക്ക് പരാതികളൊന്നും തന്നെയും ഹൈറിച്ച സംഭവത്തിൽ വന്നിരുന്നില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കാരണം അവർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ആരോപണമാണിത്. ആ രീതിയിലെല്ലാം തന്നെ ഇവർ കോടതിയിൽ പറയുകയുണ്ടായി. മറ്റൊരു പരാതിയും വരാത്ത സാഹചര്യത്തിൽ നിക്ഷേപകരുടെ പൊതു സ്വഭാവം എന്താണ്, അവർ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നു, എവിടെ നിന്നാണ് അവർ ഈ പണം സ്വരൂപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശാലമായ രീതിയിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിലെല്ലാം തന്നെയും ഇവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി കടന്നുണ്ട്. കാരണം കള്ളപ്പണ ഇടപാടുകളാണോ ഈ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്, കള്ളപ്പണമാണോ ഇവിടെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളടക്കം ED പരിശോധിക്കേണ്ടത്. മാത്രമല്ല, ഇവർക്ക്, ഈ പ്രതികൾക്ക്, പ്രതാപനും ശ്രീനയ്ക്കും ഏതെങ്കിലും ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ? ചില പോലീസ് ഉന്നതർക്കടക്കം ഇവരുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത്, കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന ഒരു വാർത്ത വന്നിരുന്നു.